ഇന്ന് ഞാൻ വെള്ള കളർ വരുന്ന ആഹാരങ്ങൾ മാത്രമായിരിക്കും കഴിക്കാൻ പോകുന്നത്. ഞാൻ എന്തൊക്കെ കഴിച്ചെന്നും എങ്ങനെ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തെന്നും നമുക്ക് ഇതിലൂടെ നോക്കാം. അങ്ങനെ ഈ ഒരു വെള്ള കളർ ഫുഡ് ചലഞ്ചിൽ ആദ്യം ഞാൻ കഴിച്ചത് ഈ ഒരു വട്ടയപ്പമായിരുന്നു. വലിയ പാക്കറ്റിലെ വട്ടയപ്പം മേടിക്കാനായിട്ടാണ് ഞാൻ ചെന്നത്. ഞാൻ ചെന്ന ബേക്കറിൽ ഇതേപോലെ പീസായിട്ട് വട്ടയപ്പം ഇരിക്കുന്ന കണ്ടപ്പോൾ അതങ്ങ് വാങ്ങി. അങ്ങനെ ഇപ്പോൾ രാവിലെ ഞാൻ വട്ടയപ്പം കഴിച്ച് വയറ് നിറച്ചു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ ബേക്കറിയിൽ നിന്ന് ഞാൻ കണ്ടപ്പം വാങ്ങിയ ഒരു പാൽപ്പേടയും കൂടെ കഴിച്ചു. ഇത് വായിലോട്ട് അങ്ങ് ഇടുന്ന ഉടനെ അലിഞ്ഞങ്ങ് പോവായിരുന്നേ. കാണുമ്പോൾ ഞാൻ ഓർത്ത് നല്ല കട്ടിയുള്ള എന്തോ ആയിരിക്കുമെന്ന്. പക്ഷെ എന്നുണ്ടെങ്കിൽ വായിലേക്ക് ഇടുമ്പോൾ അങ്ങ് അലിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു പാൽപ്പേടയും കൂടെ കഴിച്ചു. സമയം ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 1:30 ആവാറായി. ഇനി ഉച്ചയ്ക്കും വെള്ള കളർ ഫുഡ് തന്നെ കഴിക്കണം. അപ്പം ഞാൻ ഓർത്ത് ചോറ് കഴിക്കാമെന്ന്. പക്ഷേ കറിയായിട്ട് വെള്ള കളറൊന്നും ഇല്ലല്ലോ. വെള്ള കളർ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ള കളറിൽ ഒരു ചമ്മന്തി അരിച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു തോട്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുവാണേ. മാങ്ങ പറിക്കാനായിട്ട് നോക്കിയിട്ട് ഇല മാത്രമേ വീഴുന്നുള്ളല്ലോ ഗായ്സ്. അങ്ങനെ അവസാനം എനിക്ക് മാങ്ങ കിട്ടി. അങ്ങനെ ഈ മാങ്ങ കൊണ്ട് പോയിട്ട് ഇനിയിപ്പോൾ ചമ്മന്തി അരയ്ക്കണം. അങ്ങനെ ചോറും വെള്ള കളർ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചോറിപ്പം ഞാൻ സിറ്റ് ഔട്ടിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ നേരത്തെ മേടിച്ച് വെച്ചിരുന്ന വെള്ള കളർ വരുന്ന ഈ ഒരു ലിച്ചിയുടെ ജ്യൂസ് എടുത്ത് അങ്ങ് കുടിച്ചു. അങ്ങനെ ഈ ജ്യൂസും കൂടെ കുടിച്ചതിന് ശേഷം പിന്നീട് ഞാൻ കഴിക്കുന്നത് ഈ ഒരു ഐസ്ക്രീം ആയിരുന്നേ. ഒരു വട്ടം കടയിൽ പോകുമ്പോഴേ ഈ സാധനങ്ങളെല്ലാം ഒരുമിച്ച് മേടിച്ച് വെക്കുന്നതുകൊണ്ട് പലപ്പോഴായിട്ട് പിന്നീട് ഓടേണ്ട ആവശ്യമില്ല. പിന്നീട് കറണ്ട് പോയത് കൊണ്ട് ഐസ്ക്രീം ചെറുതായിട്ടൊന്ന് വെള്ളമായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഐസ്ക്രീമും കഴിച്ചതിന് ശേഷം ഞാൻ കഴിക്കുന്നത് ഈ കാണുന്ന കോക്കനട്ട് ലഡു ആണേ. ഇതാണെന്നുണ്ടെങ്കിൽ വെള്ള കളറുമാണ്. പോരാത്തതിന് ഇത് ഞാൻ കഴിച്ചു നോക്കിയിട്ടുമില്ല. ടേസ്റ്റ് ഒന്നറിയാമല്ലോ. കഴിക്കുമ്പം കറക്റ്റ് തേങ്ങ കഴിക്കുന്ന അതേ ഫീലാണ്. പിന്നീട് അകത്തെന്തോ നല്ലൊരു മധുരവും ഉണ്ട്. അങ്ങനെ ഈ ചലഞ്ച് ഞാൻ ഇനി അവസാനം കഴിക്കാൻ പോകുന്നത് ഈ ഒരു മിൽക്കി ബാറും കൂടാണ്. അങ്ങനെ ഇതും കൂടെ കഴിച്ചിട്ട് ഈ ചലഞ്ച് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യുവാണ്. പതിവ് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവേ.